ഹായ് ഓൾ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് കോമൺ ബസ് സിസ്റ്റം. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ്റെ ബേസിക്സ് ആയിട്ട് കുറേ കൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. കമ്പ്യൂട്ടർ രജിസ്റ്റേഴ്സ്, പിന്നെ കൺട്രോൾ യൂണിറ്റ്, പിന്നെ മെമ്മറി യൂണിറ്റ് ഒക്കെ നമ്മൾ ഇത്രയും കാലങ്ങളായിട്ട് നിങ്ങളുടെ വസമിലൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്, ഓരോ ടൈപ്പ് ഓഫ് മെമ്മറി യൂണിറ്റുകൾ. സോ ഇത്രയൊക്കെ കൺസെപ്റ്റുകൾ നമ്മുടെ ഒരു ബേസിക് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്തുണ്ട്. സോ അവരൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ആവശ്യമുള്ള എന്താണ്, ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്ത് മാത്രമേ നമുക്ക് പ്രോസസ്സുകൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കോമൺ ബസ് സിസ്റ്റം. ഓക്കെ, ദ ബേസിക് കമ്പ്യൂട്ടർ ഹാസ് 8 രജിസ്റ്റേഴ്സ്, മെമ്മറി യൂണിറ്റ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. നമുക്കറിയാം ഒരു ബേസിക് കമ്പ്യൂട്ടറിനകത്ത് രജിസ്റ്റേഴ്സ് ഉണ്ട്, മെമ്മറി യൂണിറ്റ് ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഒക്കെ ഉണ്ട്. Path must be provided to transfer information from one register to another and between memory and registers. അപ്പോൾ ഈ പറഞ്ഞ രജിസ്റ്റേഴ്സുകൾക്കിടയിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ, അതേപോലെ തന്നെ മെമ്മറിയും രജിസ്റ്ററൊക്കെ തമ്മിൽ എന്ത് ചെയ്യണം, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കണം, പാത്ത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. The number of files will be excessive if connections are made between the output of each register and the input of other registers. So ഓരോ രജിസ്റ്റർ ടു രജിസ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ കണക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു എക്സസീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സിസ്റ്റം പിടിക്കാൻ പറ്റില്ല. നമ്മൾ ഒന്നുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ കോമൺ ബസ് സിസ്റ്റം. എ മോർ എഫിഷ്യൻറ്റ് സ്കീം ഫോർ ട്രാൻസ്ഫറിങ് ഇൻഫർമേഷൻ ഇൻ എ സിസ്റ്റം വിത്ത് മെനി രജിസ്റ്റേഴ്സ് ഈസ് ടു യൂസ് എ കോമൺ ബസ്. സോ ഇവിടെ നമ്മൾ ഇൻഫർമേഷൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ബെസ്റ്റ് സ്കീമാണ് കോമൺ ബസ് സിസ്റ്റം എന്ന് പറയുന്നത്. The connection of registers and memory of basic computer to a common bus system is given below. നമ്മൾ താഴെ അതിൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മളുടെ രജിസ്റ്റേഴ്സും മെമ്മറിയും ഒക്കെ നമ്മളുടെ ഈ ഒരു കോമൺ ബസ്സുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളത്. The output of 7 registers and memory are connected to the common bus. നമ്മളുടെ 7 രജിസ്റ്റേഴ്സും അതേപോലെ തന്നെ മെമ്മറിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കോമൺ ബസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. The specific output that is selected for the bus lanes at any given time is determined by the from the binary value of the selection variables S2, S1 and S0. സോ നമ്മൾ ഒരുപാട് ഇവിടെ നമുക്ക് ഫിഗറിൽ കാണാം, ഫിഗറിന് ലാസ്റ്റാണ് കൊടുത്തല്ലോ. ഓക്കെ, ഇവിടെ നമുക്കാണ് ഈ മെമ്മറി യൂണിറ്റ് അതുപോലെ ഈ കണ്ട രജിസ്റ്റേഴ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അവർ ഈ ഒരു കോമൺ ബസ്സുമായിട്ട് കണക്റ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു മിനിറ്റ്. ഓക്കെ, ഈ കോമൺ ബസ്സുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരിക്കലും എല്ലാവരും ഈ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പാത്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും എല്ലാവർക്കും ഒരുമിച്ച് ഒരു ടൈമിൽ ഒരിക്കലും പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യണം, അതിന് അവർ കുറച്ച് സെലക്ഷൻ വേരിയബിൾസ് യൂസ് ചെയ്യും. അതാണ് ഇവിടെ കാണുന്ന S2, S1, S0. അപ്പോൾ ഈ സെലക്ഷൻ വേരിയബിൾസിനകത്ത് എങ്ങനെയാണോ ബൈനറി വാല്യൂ വരുന്നത്, ഇപ്പോൾ സപ്പോസ് അത് 3 ആണ് വരുന്നത് എന്ന് വെക്കുക, 0, 1, 1. അപ്പോൾ 3 ആണ്. 3 ആണെങ്കിൽ കണ്ടോ ഇവിടെ നമ്പർ ഇട്ട് കണ്ടോ, 1, 2, 3, 4, 5, 6, 7. അപ്പോൾ 3 ആകുമ്പോൾ DR ആണ് ആക്ടിവേറ്റ് ആവുക. അപ്പോൾ ഈ S2, S1, S0 എന്നുള്ളതിൻ്റെ വാല്യൂ, ബൈനറി വാല്യൂ എന്താണ് വരുന്നത്, അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഡാറ്റ ആക്റ്റീവ് ആവുക. അപ്പോൾ എന്താണ്, കോമൺ ആയിട്ടുള്ളൊരു പാത്ത് എല്ലാവരും യൂസ് ചെയ്യുകയാണെങ്കിലും ഒരു ടൈമിൽ ഒരാൾക്ക് ആക്റ്റീവ് ആയാൽ മതി. ഓക്കെ, ഐഡിയ മനസ്സിലായില്ല എന്താണെന്ന്? The number along each output shows the decimal equivalent of the required binary selection. For example, number along with the output DR is 3. ഞാൻ പറഞ്ഞു, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഫിഗർ വെച്ച് കാണിച്ചെന്ന അതേ കൺസെപ്റ്റാണ്. അതായത് എന്താണ്, S2, S1, S0 എന്നുള്ളത് 3 ആണെങ്കിൽ, അതായത് 0, 1, 1 ഇവിടെ പറയുന്നത് 0, 1, 1 ആണെങ്കിൽ ആര് ആക്റ്റീവ് ആവും, നമ്മുടെ DR. The 16-bit output of DR placed on the bus line vein 0, 1, 1 since this is binary value of decimal 3. ഈ 3ൻ്റെ ബൈനറി വാല്യൂ 0, 1, 1 ആയതുകൊണ്ട് തന്നെ DR ആണ് അവിടെ ആക്റ്റീവ് ആവുക. DRൻ്റെ അകത്തുള്ള ഔട്ട്പുട്ട് വാല്യൂ എന്ത് ചെയ്യും, നമ്മൾ ബസ്സിൽ പ്ലേസ് ചെയ്ത് കൊടുക്കും. The line from the common bus are connected to the input of each register and the data input of the memory. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ കോമൺ ബസ് എന്നുള്ള ലെയിൻസ് എല്ലാത്തിൻ്റെ ഔട്ട്പുട്ടായിട്ട് കണക്ട് ചെയ്യുന്ന അതേപോലെ തന്നെ മറ്റുള്ള രജിസ്റ്റേഴ്സിൻ്റെയും അതേപോലെ മെമ്മറിൻ്റെയും ഒക്കെ ഇൻപുട്ടായിട്ട് കണക്റ്റഡ് ആണ്. The particular register whose load input is enabled to receive the data from the bus during the next clock pulse transition. നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ നടക്കുന്ന കാര്യമാണ്. ഇപ്പോൾ അവരെന്ത് ചെയ്തു, ഇപ്പോൾ DR ആണ് ആക്റ്റീവ് ആയത് എങ്കിൽ DR ഡാറ്റ എടുത്തിട്ട് കോമൺ ബസ്സിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ നെക്സ്റ്റ് ഏത് രജിസ്റ്റർക്കാണോ അപ്പോൾ പാസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രജിസ്റ്റർ ആക്റ്റീവ് ആവും. അതാകുമ്പോൾ അതിനകത്തുള്ള LD ആണ് ആക്റ്റീവ് ആവുക, അതായത് ലോഡ് ഓപ്ഷൻ. അങ്ങനെ ആകുമ്പോൾ ബസ്സിലുള്ള ഡാറ്റ അവർക്ക് ആ ക്ലോക്ക് പൾസിൽ എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. The memory receive the content of the bus when its write input is active.
അപ്പോൾ മെമ്മറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ മെമ്മറിൻ്റെ റൈറ്റ് ഇൻപുട്ട് ആക്റ്റീവ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, മെമ്മറിക്ക് കണ്ടൻറ്റുകൾ ബസ്സിൽ നിന്ന് റിസീവ് ചെയ്യാൻ പറ്റും. The memory plays in its 16-bit output onto the bus when the read input is activated. അതായത് S2, S1, S0 is 111. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മെമ്മറിയിൽ റീഡാണ് ആക്റ്റീവ് ആവുന്നതെങ്കിൽ മെമ്മറിക്ക് നമുക്കറിയാം 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് റീഡ് ഓപ്ഷൻ, ഒന്ന് റൈറ്റ് ഓപ്ഷൻ. റൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മെമ്മറിക്ക് റൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ റൈറ്റ് ഓപ്ഷൻ ആക്ടിവേറ്റ് ആകുമ്പോൾ എന്ത് നടക്കും, ബസ്സിലുള്ള ഡാറ്റ ഈ കോമൺ മനസ്സിലാക്കട്ടെ, നിങ്ങളെ ഫിഗർ മൈൻഡിൽ കൊണ്ടുവരിക, ഫിഗർ വരച്ച് തന്നെ പഠിക്കണം, എന്നാൽ മാത്രമേ എക്സാമിന് ഹാൻഡിൽ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ആ ഒരു ഫിഗർ വെച്ചാൽ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റുകളൊക്കെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഈ കോമൺ ബസ്സിൽ നിന്ന് എന്തെടുക്കണം, നമ്മുടെ ഡാറ്റ എടുത്തിട്ട് മെമ്മറി കൊടുക്കണം. അപ്പോൾ മെമ്മറിക്ക് റൈറ്റ് ഓപ്ഷൻ ആക്റ്റീവ് ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മെമ്മറിക്ക് അങ്ങനെ ഡാറ്റ കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് റീഡ് ഓപ്ഷൻ ആക്റ്റീവ് ആകുമ്പോഴോ, അതായത് 111 വരുമ്പോഴോ മെമ്മറിയിലെ ഡാറ്റ ആർക്ക് കൊടുക്കും, നമ്മളുടെ ഔട്ട്പുട്ടായിട്ട് കോമൺ ബസ്സിലേക്കും കൊടുക്കും. പിന്നെ ഇതിനകത്തുള്ള രജിസ്റ്റേഴ്സ് DR, AC, IR, TR, ഇതിനകത്തുള്ള ഈ 4 രജിസ്റ്റേഴ്സും 16 ബിറ്റാണ്. നമ്മൾ മുന്നേ രജിസ്റ്റേഴ്സിൻ്റെ കേസ് പറഞ്ഞിരുന്നു എത്ര ബിറ്റാണ് എന്നൊക്കെ. ഇവയൊക്കെ 16 ബിറ്റാണ്. 2 രജിസ്റ്റേഴ്സ് AR ആൻഡ് PC. ARഉം PCയും എന്താണ് 12 ബിറ്റേ ഉള്ളൂ. സോ അവർ ഹോൾഡ് ചെയ്യുന്നത് എന്താണ്, മെമ്മറി അഡ്രസ്സാണ്. അതായത് അഡ്രസ് രജിസ്റ്ററും പ്രോഗ്രാം കൗണ്ടറും ഹോൾഡ് ചെയ്യുന്നത് ഒരു ഡാറ്റൻ്റെ മെമ്മറി അഡ്രസ്സാണ്. അതൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റുകളാണ് കേട്ടോ രജിസ്റ്റേഴ്സിനകത്തൊക്കെ. When the content of AR or PC are applied to 16-bit common bus, the 4 most significant bits are set to zeros. അതായത് ARഉം PCയൊക്കെ 12 ബിറ്റേ ഉള്ളൂ നമ്മൾ പറഞ്ഞു. പക്ഷേ ബാക്കിയുള്ള ഡാറ്റയൊക്കെ പലതും 16 ബിറ്റുള്ളത് ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്ത് പോവുക, ഒന്ന് 16 ബിറ്റ് ഒന്ന് 12 ബിറ്റുള്ളതാകുമ്പോൾ ഈ 12 ബിറ്റിൻ്റെ മുന്നേ എന്ത് ചെയ്ത് കൊടുക്കും, നമ്മൾ 000 ഇട്ട് കൊടുക്കും. അപ്പോൾ എന്തായി, ബിറ്റ് 16 പക്ഷേ എന്താണ് അവർക്ക് വാല്യൂ ഇല്ലല്ലോ, നമ്മൾ മുന്നേ കുറേ 0 ഇട്ട് കൊടുത്തുകൊണ്ട് അവിടെ ഒരു പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഉണ്ടാവാനും പോകുന്നില്ല. When AR or PC receive information from the bus, only the 12 significant bit are transferred into the register. അപ്പോൾ ARക്കും PCക്കും ഇൻഫർമേഷൻസ് ബസ്സിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്താൽ മതി, ആ 12 ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് മാത്രം എന്ത് ചെയ്യുള്ളൂ, കൺസിഡർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ഇൻപുട്ട് രജിസ്റ്റർ INPR, അതേപോലെ ഔട്ട്പുട്ട് രജിസ്റ്റർ OUTR, അതിനകത്തൊക്കെ 8 ബിറ്റാണുള്ളത്. സോ അവരെന്ത് ചെയ്യുക, 8 ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ബാക്കിയുള്ളടത്തൊക്കെ അവരെന്ത് ചെയ്യും, 0 ഇട്ട് കൊടുക്കും. അപ്പോൾ 16 ബിറ്റാണ് നമ്മൾ മാക്സിമം ലിമിറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ 12ഉം 8ഒക്കെ വരുമ്പോൾ അവിടേക്ക് 0 ഇട്ടിട്ടാണ് മാനേജ് ചെയ്ത് പോകുന്നത്. INPR is connected to provide information to the bus, but OUTR can only receive information bus. ഇതിനകത്ത് INPRഉം ഔട്ട്പുട്ട് രജിസ്റ്ററും തമ്മിലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ INPRന് ബസ്സിലേക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതേപോലെ OUTRന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻഫർമേഷൻ ബസ്സിൽ നിന്ന് റിസീവ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അവരുടെ കേസിൽ മാത്രമാണ് അങ്ങനെ ഡ്യൂട്ടി വരുന്നത്. This is because INPR receive a character from the input device which is then transferred into AC. കാരണം INPRൻ്റെ ഡ്യൂട്ടി അതാണ്, ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് ഡാറ്റ റിസീവ് ചെയ്തിട്ട് അത് ആർക്ക് പാസ് ചെയ്ത് കൊടുക്കും, അക്യുമുലേറ്ററിന് പാസ് ചെയ്ത് കൊടുക്കും. ഔട്ട്പുട്ട് രജിസ്റ്ററിൻ്റെ ഡ്യൂട്ടി എന്താണ്, ഇറ്റ് റിസീവ് ക്യാരക്ടർ ഫ്രം AC ആൻഡ് ഡെലിവറി ഇൻ ടു ഔട്ട്പുട്ട് ഡിവൈസ്. അതിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്ററിൽ നിന്ന് റിസൾട്ട് എടുത്തിട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് കൊടുക്കും. ദർ ഇസ് നോ ട്രാൻസ്ഫർ ഫ്രം ഔട്ട്പുട്ട് ആർ ടു എനി അതർ രജിസ്റ്റേഴ്സ്. അതുകൊണ്ട് തന്നെ ഔട്ട് രജിസ്റ്ററിനൊന്നും ബാക്കിയുള്ള രജിസ്റ്റേഴ്സുമായിട്ട് ഇൻ്ററാക്ഷൻസ് ഒന്നും വരാനില്ല. The 16 lanes of the common bus receive information from 6 registers and the memory unit. ഇവിടെ നമ്മൾ കോമൺ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് 6 രജിസ്റ്റേഴ്സ് വെച്ചിട്ടാണ്. ദ ബസ് ലൈൻസ് ആർ കണക്റ്റഡ് ടു ദ ഇൻപുട്ട് ഓഫ് 6 രജിസ്റ്റേഴ്സ് ആൻഡ് ദ മെമ്മറി. നമ്മൾ പറഞ്ഞു INPRൻ്റെയും OUTRൻ്റെയും ഡ്യൂട്ടി ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 6 രജിസ്റ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇത്തരം കോമൺ ഷെയറിംഗ് ഒക്കെ നടക്കുന്നത്. The bus lanes are connected to the input 6 registers and the memory. 5 registers have 3 control input, ലോഡ്, ഇൻക്രിമെൻറ്റ് ആൻഡ് ക്ലിയർ. അതിനകത്തും 5 രജിസ്റ്റേഴ്സിനാണ് ലോഡ്, ഇൻക്രിമെൻറ്റ്, ക്ലിയർ എന്ന് പറഞ്ഞുള്ള 3 ഓപ്ഷൻസ് ഒരുമിച്ചുള്ളത്. കണ്ടോ, ARനുണ്ട്, PCക്കുണ്ട്, പിന്നെ DRനുണ്ട്, അക്യുമുലേറ്ററിനുണ്ട്, പിന്നെ ആർക്കാ TRന്. ഇത്രയും കൺസെപ്റ്റുകൾക്കാണ് എന്തുള്ളത്, ലോഡ്, ഇൻക്രിമെൻറ്റ്, ക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഉള്ളത്. ഇതിനകത്ത് IRന് ഇല്ല. കാരണം എന്താണ്, IR എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററാണ്. അതിനകത്ത് ഇൻക്രിമെൻ്റ് ഓപ്ഷനൊന്നുമില്ല. ഇൻസ്ട്രക്ഷൻ ക്രീപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് IR. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ തിയറി വായിക്കും, അതിനൊപ്പം ഈ ഫിഗർ മുന്നിൽ വെച്ചിട്ട് തന്നെ വായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് പറയുമ്പോൾ ലോഡ്, ഇൻക്രിമെൻറ്റും ക്ലിയർ ഏതൊക്കെ രജിസ്റ്ററിനാണ് വന്നത് എന്നുള്ള കൺസെപ്റ്റുകളൊക്കെ എന്താവും, ക്ലിയർ ആവും. The 16 input of AC come from adder and logic circuit. പിന്നെ നമ്മുടെ അക്യുമുലേറ്ററിലേക്ക് ഇൻപുട്ടുകൾ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ആഡർ ആൻഡ് ലോജിക് സർക്യൂട്ടിനകത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻപുട്ട് വരുന്നുണ്ട്. ദിസ് സർക്യൂട്ട് ഹാസ് 3 സെറ്റ് ഓഫ് ഇൻപുട്ട്. ഈ ഒരു സർക്യൂട്ടിന് 3 രീതിയിൽ എന്ത് ചെയ്യും,
ഇൻപുട്ട് വരും. 1 set of 16 input come from the output of AC. ഒന്ന് അക്യുമുലേറ്ററിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരും. They are used to implement register micro operations such as complement AC and shift AC. എങ്ങനെയാണ് അക്യുമുലേറ്ററിൻ്റെ ഉള്ളിൽ തന്നെ അക്യുമുലേറ്റർക്ക് ഔട്ട്പുട്ട് വരുന്നതെന്ന് വെച്ചാൽ AC കോംപ്ലിമെൻ്റ് എടുക്കുകയാണ്. അപ്പോൾ ACക്കകത്ത് ACൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കാൻ എന്തായാലും നേരെ ഓപ്പോസിറ്റ് എടുക്കുക തന്നെയാണ്. സോ അത് അങ്ങനെ വരും. പിന്നെ ഷിഫ്റ്റ് AC ഷിഫ്റ്റ് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടൊക്കെ എന്ത് വരും, അതിനകത്തുനിന്ന് വരും, ഔട്ട്പുട്ട് വരും. അനദർ സെറ്റ് ഓഫ് 16 ബിറ്റ് ഇൻപുട്ട് കം ഫ്രം ദ ഡാറ്റ രജിസ്റ്റർ ഇസ് DR. പിന്നെ അക്യുമുലേറ്റർക്ക് വരുന്നത് എന്താണ്, DR എന്നാണ്. ഇതാണ് പറഞ്ഞത് കണ്ടോ, ഒന്ന് DR എന്നാണ് അക്യുമുലേറ്റർക്ക് വരുന്നത്. പിന്നെ എന്താണ് അക്യുമുലേറ്റർ തന്നെ കണ്ടോ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇതാണ് നമ്മൾ കോംപ്ലിമെൻറ്റിൻ്റെ കേസൊക്കെ പറഞ്ഞത്. അതൊന്നും അങ്ങനെ വരും. ഓക്കെ കണ്ടോ, ഇങ്ങനെ തിരിച്ച് വരും. പിന്നെ വരുന്നത് ഏതാണ്, പിന്നെ ഇൻപുട്ട് രജിസ്റ്റർ ആവും. അപ്പോൾ അക്യുമുലേറ്റർ നമ്മൾ പറഞ്ഞു, പിന്നെ DR പറഞ്ഞു. The input from DR and AC are used for arithmetic and logic micro operations such as DR to AC and DR to AC. The result of an addition is transferred AC and the end of carry out is addition transferred to flip flop E extended AC. A third set of input come from the input register INPR. അപ്പോൾ എങ്ങനെ വരുന്നത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. 3 രീതിയിലാണ് അക്യുമുലേറ്റർക്കകത്തേക്ക് ഇൻപുട്ടുകൾ വരുന്നത്. ഓക്കെ, ഒന്ന് നമ്മൾ പറഞ്ഞു അക്യുമുലേറ്ററിൻ്റെ അകത്ത് റിപ്പീറ്റ് ചെയ്ത് അതിനകത്ത് തന്നെ വരും. അതാണ് നമ്മളിവിടെ ഈ ഫിഗറിൽ കാണുന്നത്. കണ്ടോ, ഇങ്ങനെ ആരോ തിരിച്ച് ഇതിലേക്ക് വരുന്നത് കണ്ടോ, അതാ ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. അതായത് അക്യുമുലേറ്ററിനകത്ത് തന്നെ അക്യുമുലേറ്ററിൻ്റെ പ്രോസസ്സുകൾ ചെയ്യുമ്പോൾ അങ്ങനെ വരും. അതായത് കോംപ്ലിമെൻ്റ് അക്യുമുലേറ്റർ, ഷിഫ്റ്റ് അക്യുമുലേറ്റർ കൊടുക്കുമ്പോഴാണ് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും അക്യുമുലേറ്ററിലേക്ക് തന്നെ ഇൻപുട്ട് വരുന്നത്. അതാണ് ഒരു ടൈപ്പ്. രണ്ടാമത്തെ ടൈപ്പ് എന്താണ്, DR. കണ്ടോ, DR എന്ന് വരുന്നതാണ് രണ്ടാമത്തെ ടൈപ്പ്. അത് ത്രൂ എന്ത് ചെയ്യും, ഡാറ്റ എടുത്തിട്ട് അരിത്മെറ്റിക് ലോജിക് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യും. എന്നിട്ട് ഡാറ്റ അക്യുമുലേറ്റർക്ക് വരും. പിന്നെ എന്തോ ഒരു ഡാറ്റൻ്റെ കേസ് പറഞ്ഞാലും നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എക്സ്റ്റെൻഡ് AC ബിറ്റ് വരികയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ അഡീഷൻ ഓപ്പറേഷനൊക്കെ ചെയ്യുമ്പോൾ എക്സ്റ്റെൻഡ് ആയിട്ടുള്ളൊരു വാല്യൂ വരുമല്ലോ, ബൈനറി നമ്പർ 1 ഒക്കെ വരികയാണെങ്കിൽ അത് ഈ ഇയിലേക്ക് പോകും, ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് പോകും. അതാണ് രണ്ടാമത്തെ കേസ്. അപ്പോൾ DR ആയി, പിന്നെ AC ആയി. മൂന്നാമത്തെ എന്താണ്, INPR ഇൻപുട്ട് രജിസ്റ്റർ. ഇതിനകത്തുള്ള ഡാറ്റയും എങ്ങോട്ട് വരും, നമ്മുടെ അക്യുമുലേറ്ററിലേക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വരും. അപ്പോൾ ഇങ്ങനെ 3 രീതിയിലുള്ള ഇൻപുട്ടാണ് നമ്മുടെ അക്യുമുലേറ്ററിൽ നടക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടോ ഒന്ന് മനസ്സിലാക്കുക. കോമൺ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, നിങ്ങൾ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, നോട്ട് ദാറ്റ് ദ കണ്ടന്റ് ഓഫ് എനി രജിസ്റ്റേഴ്സ് ക്യാൻ ബി അപ്ലൈഡ് ഓൺ ടു ദ ബസ് ആൻഡ് ദ ഓപ്പറേഷൻ ക്യാൻ ബി പെർഫോംഡ് ഇൻ ദ ആഡർ ആൻഡ് ലോജിക് സർക്യൂട്ട് ഓർ ഇൻ ദ സെയിം ക്ലോക്ക് സൈക്കിൾ. ഇത്തരം ആഡർ ആൻഡ് ലോജിക് സർക്യൂട്ടിനകത്ത് നടക്കുന്ന ഓപ്പറേഷനും അതേ സമയത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വേറെ രജിസ്റ്റേഴ്സിന് നമ്മളുടെ ബസ്സിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. രണ്ടും സെയിം ക്ലോക്ക് സൈക്കിളിൽ പോസിബിൾ ആണ്. The clock transition at the end of cycle transfer the content of the bus into designated destination register and the output of the adder and logic circuit to AC. കാരണം അവിടെ നടക്കുന്ന എന്താണ്, നമ്മുടെ ആഡർ ആൻഡ് ലോജിക് യൂണിറ്റിനകത്ത് നടക്കുന്ന പ്രോസസ്സുകൾ എവിടേക്കാണ് പാസ് ചെയ്യുക, അക്യുമുലേറ്റർക്കാണ് പാസ് ചെയ്യുക. അതേസമയം വേണമെങ്കിൽ ഈ PCക്ക് കോമൺ ബസ്സുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുക. രണ്ടും സെയിം ക്ലോക്ക് സൈക്കിളിൽ പോസിബിളാണ്. കാരണം ഇതിനകത്തൊരു സൈക്ലിക് പ്രോസസ്സുകൾ പോസിബിൾ ആയതുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്. മറ്റേതിപ്പോൾ ഓരോന്നും ഡയറക്റ്റായിട്ട് കോമൺ ബസ്സുമായിട്ടാണ് ഇൻ്ററാക്ട് ചെയ്ത് പോകുന്നതെങ്കിൽ ഒരു പക്ഷേ പോസിബിൾ ആവില്ലായിരുന്നു. പക്ഷേ ഇവിടെ നടക്കുന്നതല്ല. അക്യുമുലേറ്ററിനകത്ത് തന്നെ 3 രീതിയിൽ പ്രോസസ്സുകൾ ഇവിടെ സൈക്കിളായിട്ട് നടക്കാവുന്നതാണ്. അതുകൊണ്ടാണ് വേറെ ഉള്ളവർക്കും ആ സെയിം ക്ലോക്ക് പൾസിൽ എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമ്മുടെ കോമൺ ബസ് സിസ്റ്റത്തെ കുറിച്ച് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ കണ്ട കാര്യങ്ങൾ, ഈ ഒരു ഫിഗറിന് പകർത്ത് നടത്തുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങളെ ഫിഗർ പക്കയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവാനൊന്നുമില്ല. അപ്പോൾ ഓരോ രജിസ്റ്റേഴ്സും എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നൊക്കെ കറക്റ്റായിട്ട് നമ്മളിവിടെ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഓക്കെ, താങ്ക് യു. എല്ലാവരും ആ ഫിഗർ മസ്റ്റായിട്ട് പഠിക്കുക. അതായത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഫിഗർ മസ്റ്റാണ്. ഓക്കെ, ഫിഗർ മസ്റ്റായിട്ട് പഠിക്കുക. ഈ നോട്ട്സും അത് വെച്ച് പഠിക്കുക. എന്നാൽ നിങ്ങൾക്ക് എക്സാമിന് ആ ഫിഗർ വരച്ചിട്ട് അത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈസി ആയിട്ട് കഴിയും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.